السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. ഖുതുബി സബക്ക് 2. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മന്തിക്കിനെ സംബന്ധിച്ചുള്ള ചില ഫിൽജുംല വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഖുതുബിയുടെ മാത്തിന്, ഖുതുബിയുടെ മുസന്നിഫ് ഷാരിഹ്. അപ്പൊ ഷാരിഹിന്റെയും സംബന്ധിച്ചും മാത്തിനെ സംബന്ധിച്ചും അല്പകാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മുഖദ്ദിമയിലേക്ക് കടക്കുകയും ചെയ്യാം. കിതാബിന്റെ പേര് എല്ലാവർക്കും അറിയാം, റിസാലത്തു ഷംസിയ്യ. മത്തനിന്റെ പേര് റിസാലത്തു ഷംസിയ്യാണ്. പിന്നെ ഷറഹിന്റെ പേര് നമുക്കറിയല്ലോ, തഹ്രീറുൽ ഖവായിദ്. അതായത് പിന്നെ തഹ്രീറുൽ ഖവായിദ്, തഹ്രീറുൽ ഖവായിദിൽ മന്തിഖിയ്യത്തി ഫീ ശർഹി റിസാലത്തി ഷംസിയ്യ. കിതാബിന്റെ ഷർഹിന്റെ പേരാണല്ലോ ഖുതുബിയില. അതില് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മാത്തിന് റിസാലത്തു ഷംസിയ്യയുടെ മുസന്നിഫ് നജ്മുദ്ദീനുൽ ഖസ്വീനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹിജ്റ 600 ജനിച്ചു, 675 വഫാത്തായി. ബഹുമാനപ്പെട്ടവരുടെ ഫുൾ പേര് പറയുകയാണെങ്കിൽ അബുൽ ഹസനി അലിയു ബിനു ഉമറ, അബുൽ ഹസനി അലിയു ബിനു ഉമർ ബിനു അബുൽ ഹസനി അലിയു ബിനു ഉമർ ബിനി അലിയ് ബിനി മുഹമ്മദിൽ ഖസ്വീനി എന്നാണ്. മഹാനവറുകളെ ലക്കബലമാണ് ഏത്? നജ്മുദ്ദീൻ എന്ന പേരിലാണ് സാധാരണ മൂപ്പരെ വിളിക്കപ്പെടാറുള്ളത്, ലക്കബലമായിട്ട്. ഖസ്വീൻ എന്ന് പറഞ്ഞതായ സ്ഥലത്ത് ജനിച്ചു. ഖസ്വീൻ എന്ന് പറഞ്ഞതായ സ്ഥലത്ത് ജനിച്ചു. ഹിജ്റ 600 ജനിച്ചു. നസീറുദ്ദീൻ തൂസി അറിയപ്പെട്ട മന്തിക്കി പണ്ഡിതനായിരുന്നു, പണ്ഡിതനായിരുന്നു നസീറുദ്ദീൻ തൂസി. ഈ നസീറുദ്ദീൻ തൂസിയുടെ കാലക്കാരനായിരുന്നു. പിന്നെ ചില കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്, അതായത് നജ്മുദ്ദീൻ എന്നവര് പിന്നെ നസീറുദ്ദീൻ പിന്നെ തൂസിയിൽ നിന്ന് എന്റെ ശിഷ്യനാണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. അതാണ് ചില പണ്ഡിതന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. ഏതായാലും ശരി, ഖസ്വീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാനവറുകൾ പ്രസവിക്കപ്പെടുന്നത്.
ഒരുപാട് കിതാബുകൾ ഈ വിഷയത്തിലുണ്ട്. മൊത്തത്തിലൊരു ഹക്കീമായിരുന്നു, നല്ല ചിന്തകൻ കൂടിയാണ്. മഹാനവർ ഉണ്ടാക്കിയ പല കിതാബുകളുണ്ട്. ഒന്നാമത്തെ ഒരു കിതാബിന്റെ പേരാണ് നമ്മൾ പറഞ്ഞ തഹരീറുൽ ഖവായിദിൽ മന്തിഖിയ്യത്തി അലാ ശർഹി റിസാലത്തി ശംസിയ്യ ഒന്ന്. മറ്റൊന്നാണ് ഐനുൽ ഖവായിദി ഫിൽ മന്തിഖ് വൽ ഹിക്മത്തി. മറ്റൊന്നാണ് ജാമിഉദ് ദഖായിഖ് ഫി കശ്ഫിൽ ഹഖായിഖ് ഫിൽ മന്തിഖ്. മറ്റൊന്നാണ് ഹിക്മത്തുൽ ഐനി ഫിൽ മന്തിഖ്. മറ്റൊരു കിതാബാണ് അശംസിയത്ത് ഫിൽ ഖവായിദിൽ മന്തിഖിയ്യ. മറ്റൊരു കിതാബാണ് ബഹറുൽ ഫവായിദി ഫി ശർഹി ഐനിൽ ഖവായിദ്. വേറൊരു കിതാബാണ് അൽ ഇത്തിറാഫു ബിൽ ഹഖ്. മറ്റൊന്നാണ് ഇസ്ബാത്തു വാജിബുൽ വുജൂദ്. മറ്റൊരു കിതാബാണ് മുനാഖശത്തു തഹരീഖാത്തി തൂസി. ഇത്തരം കിതാബുകളുടെ മുസന്നിഫും കൂടിയാണ് ബഹുമാനപ്പെട്ട നജിമുദ്ദീനുൽ ഖസ്മീനി. പിന്നെ അടുത്തത് ഷാരിഹ് ഖുതുബുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 694 ജനിച്ചു. ഹിജ്റ 776 വഫാത്തായി. അബൂ ജഅഫർ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് റാസി, ഇതാണ് മൊത്തത്തിലുള്ള മൂപ്പരുടെ ഫുൾ പേര്. പിന്നെ കുത്തുബുദ്ദീൻ എന്നും മൂപ്പരെ സംബന്ധിച്ച് ലഖബ് കൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. കുത്തുബുൽ മുഹഖിഖീൻ എന്ന് പറയാറുണ്ട്. അല്ലാമത്തുർ റാസി എന്നും പറയപ്പെടാറുണ്ട്. അതേപോലെ സുൽത്താനുൽ മുഹഖിഖീന എന്നൊക്കെ പല രൂപത്തിലും പറയപ്പെടാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാല് മന്തിഖിന്റെ വിഷയത്തില് അതായത് മുസ്ലിമീങ്ങളിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഒരു അറിയപ്പെട്ട പണ്ഡിതനാണ് മഹാനായ ഖുതുബുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. റയ്യി എന്ന് പറഞ്ഞ പ്രദേശത്ത് എന്ന നാട്ടിലെ പ്രദേശത്തിനായിട്ടാണ് അവിടെ ഉണ്ട് ഒരു വർറാമീൻ എന്ന് പറഞ്ഞ സ്ഥലം. വർറാമീൻ എന്ന് പറഞ്ഞതായ സ്ഥലത്തിലാണ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പ്രസവിക്കപ്പെടുന്നത്. വഫാത്താകുന്നത് ദുൽഖഅദ മാസം ഡമസ്കസിൽ ഹിജ്റ 776 ആണ്. മുപ്പര മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഖ്ബറത്തു സ്വാലിഹിയ്യ, അവിടെയുള്ള ഡമസ്കസിലുള്ള മഖ്ബറത്തു സ്വാലിഹ എന്നുള്ള മഖ്ബറയിലാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുപ്പർക്ക് തെഹ്താനി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. മുപ്പരുടെ ഉസ്താദുമാരിൽ നിന്ന് പ്രധാനപ്പെട്ട ആളാണ് ജമാലുദ്ദീൻ അബു മൻസൂർ ഹസൻ ബിൻ യൂനുസ് മുദ്ഹിറുൽ ഹലിജി എന്നവര്, ഹലിയിൽ നസീറുദ്ദീൻ തൂസി. ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് മഹാന്മാര് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ റാസിയുടെ ഉസ്താദുമാരാണ്. അവ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നവരുണ്ട്. ഷഹീദുൽ അവ്വൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷംസുദ്ദീൻ അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിനുൽ മക്കി, അതുപോലെ ഖുതുബു മുഹമ്മദ് ബിൻ മുഹമ്മദ് റാസി, ഇതെല്ലാം മൂപ്പരുടെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ റാസിയുടെ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നുണ്ട്. അറിയപ്പെട്ട ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ കിതാബുകൾ, പല വിഷയത്തിലും ഉള്ള കിതാബ്. ഒന്നാമത്തെ കിതാബാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞത്, തഹരീറുൽ ഖവായിദിൽ മന്തിഖിയ്യത്തി ഫീ ശർഹി റിസാലത്തി ശംസിയ്യ. അതേപോലെ തന്നെ ബഹറുൽ അസ്ദാഫ് തുഹ്ഫത്തുൽ ഇശ്റാഖി ഫീ ശർഹിൽ കശ്ശാഫി, തഹ്ഖീഖു മഅന തസവ്വുരി വത്തസ്ദീഖ്, തഖ്സീമുൽ ഇൽമി, ആശിയത്തുൻ അലാ ഖവായിദിൽ അല്ലാമത്തിൽ ഹലിജി, ശറഹുൽ ഇശാറാത്ത്, ലവാമിയുൽ അസ്റാരി ഫീ ശർഹി മത്താലിയിൽ അൻവാർ. ഇതുപോലുള്ള അറിയപ്പെട്ട ഒരുപാട് കിതാബുകൾ ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ റാസിയുടെ ബഹുമാനപ്പെട്ട കരങ്ങളാൽ
രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുഖദ്ദിമയിലേക്ക് കടക്കാം. ഖുത്ബുദ്ദീൻ റാസിയുടെ ശറഹിന്റെ മുഖദ്ദിമയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ബറക്കത്തും സഹായം തേടിയവനായിട്ട് ഈ കിതാബ് നമ്മൾ ഓതാൻ തുടങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف الكتب ولشراح الكتب ولماطن هذا الكتاب ولشارح هذا الكتاب برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ബർക്കത്തെടുത്തവനായിട്ട് ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു. ഇന്ന അബ്ഹാ ദുറരിൻ തുംവമു ബി ബനാനിൽ ബയാനി വ അസ്ഹറ സുഹരിൻ തുൻസറു ഫി അർദാനിൽ അദ്ഹാനി ഹംദു മുബ്ദിഇൻ അൻദക്കൽ മൗജൂദാതി ബി ആയാതി വുജൂബി വുജൂദി وشكر منعم نغرق المخلوقات في بهار إفضاله وجودي تلولا في ظلم الليالي أنوار حكمته الباهرة واستنار على صفحات الأيام آثار سلطنته القاهرة. إن أبها درري بل ചെറിയ ഒരു സംശയമുണ്ട്. എന്താ സംശയം എന്നറിയാം. കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ബിഹംദില്ലാഹി ഫഹുവ അബ്തർ. ഏതൊരു കാര്യം ഹംദുള്ള കൊണ്ട് തുടങ്ങാത്തതായ ഏതൊരു കാര്യവും അതിന് ബർക്കത്തില്ലാത്തതാണ് എന്ന റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസ് ഇവിടെ ഒരു വിഷയമാണ്. ഇവിടെ ഷാരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുത്ബുദ്ദീൻ റാസി തങ്ങൾ തുടങ്ങുന്നത് തന്നെ ബിസ്മി കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്, ഹംദ് കൊണ്ട് തുടങ്ങിയിട്ടില്ല. ഹദീസിലുള്ള എന്താണ്, രണ്ടുകൊണ്ടും തുടങ്ങണമെന്നാണ്. പിന്നെ എന്തിനെ ബിസ്മി കൊണ്ട് മാത്രം തുടങ്ങി, ഏതുകൊണ്ട് തുടങ്ങിയില്ല, ഹംദ് കൊണ്ട് തുടങ്ങിയില്ല? അത് ചോദ്യമാണ്. അപ്പൊ നമുക്കതിന് പല മറുപടിയും പറയാം. എന്താ മറുപടി? അതായത് ശേഷം ഒരു ഹംദ് എവിടെ വരുന്നുണ്ട്, മത്തിനിലൊരു ഹംദ് വരുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ ഹംദിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ ഷാരിഹ് അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം, ഇവിടെ ഹംദ് കൊണ്ട് തുടങ്ങാതിരിക്കാനുള്ള കാരണം. അതേപോലെ വേറെയും ചില കാരണങ്ങൾ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാം. എന്ത്, ഈ ഹംദ് പിന്നെ ഷാരിന്റെ അടുത്ത് ഹംദ് തുടങ്ങുക എന്നുള്ളത് അത് ഹംദ് പറയത് വേറെ ജുംഹൂറിനോട് തക്ലീദ് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലല്ല. ജുംഹൂറും ഹംദിനക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദം ഏതാണ്? അത് അൽഹംദുലില്ലാഹി എന്നുള്ള പദമാണ്. പക്ഷെ ഇവിടെ സാരി അതല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ സാരി ചെയ്തത് എന്താണ്? ഇവിടെ സാരി ചെയ്തത് അതായത് ആ ഹംദിന്റെ മേൽ അറിയിക്കുന്ന മാനയോട് കൂടിയുള്ള ഒരു ഹംദാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായില്ല? ഹദീസിൽ പറഞ്ഞതായ ഈ ഹംദ് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഇറാഫീന്റെ അടിസ്ഥാനത്തിലാണ്, മഖ്സൂദികളിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ ഷാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ആ രൂപം സത്യത്തിൽ ഏതിനെ ഫായിദ വെപ്പിക്കുന്നുണ്ട്? ഹംദിനെ ഫായിദ വെപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖുത്ബുദ്ദീൻ റാസി അത് പിന്നെ ഇത്തിബാർ ചെയ്യുന്നത് മറ്റു തരീഖാണ്. ആ തരീഖിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഖുത്ബുദ്ദീൻ റാസി ഹംദിന്റെ ആ പദം ആമുഖത്തിൽ അൽഹംദുലില്ലാ പറയാതെ ഇതേ ഇന്ന അബ്ഹാ ദുറരിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്.
കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ന അബ്ഹ എന്നതിന്റെ ഖബറായിട്ട് ഹംദ് മുബ്ദി എന്ന് വരുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ അവിടെ നമുക്ക് അവിടെ മനസ്സിലാക്കല്ലോ. ഏതായാലും ഇന്ന അബ്ഹ ദുറയിൻ, ചില മുത്തുകളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ളതായ മുത്ത്. ഇന്ന അബ്ഹ ദുറയിൻ, മുത്തുകളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള മുത്ത്. എങ്ങനത്തെ മുത്താണ്? തുമ്മമുബി ബനാനിൽ ബയാൻ, ബയാനിലേക്കുള്ളതായ വിരൽത്തുമ്പുകളെ കൊണ്ട് അതിനെ കോർത്തിണക്കപ്പെടുന്നതാണ്. വിരൽത്തുമ്പുകളെ കൊണ്ട് അതിനെന്തെയും കോർത്ത് ഇണക്കപ്പെടുന്നതായ മുത്തുകൾ. അപ്പൊ ആ മുത്തുകളിൽ നിന്ന് ഏറ്റവും നല്ലതായ മുത്ത് അദ്ഹറ സുഹരി, ചില പുഷ്പങ്ങളിൽ നിന്ന് ഏറ്റവും പ്രശോഭിതമായ പുഷ്പം. എങ്ങനത്തെ പുഷ്പമാണ്? തുൻസറുഫി അർദാനിൽ അദ്ഹാൻ, ചില കിതാബി അറാദാനി എന്ന് കാണാം, റാന്റെ ശേഷം അലിഫ് കാണാം, അത് ശരിയല്ല. തുൻസറുഫി അർദാനിൽ അദ്ഹാൻ എന്നാണ് വേണ്ടത്. അതായത് അസ്ഹറു സുഹരി, ചില പ്രശോഭിതമായ പുഷ്പം. എങ്ങനത്തെ പ്രശോഭിതമായ പുഷ്പങ്ങളാണ്? തുൻസറു, അതിനെ വിതരപ്പെടും. എവിടെയാണ് വിതരപ്പെടുന്നത്? ഫി അർദാനിൽ അദ്ഹാൻ, ഹൃദയങ്ങളാകുന്ന പട്ടുവസ്ത്രങ്ങളിൽ, ഹൃദയങ്ങളാകുന്ന പട്ടുവസ്ത്രങ്ങളില് വിതരപ്പെടുന്നതായ പുഷ്പങ്ങൾ. ആ പുഷ്പങ്ങളിൽ നിന്ന് ഏറ്റവും പ്രശോഭിതമായ പുഷ്പം ഏതാണത്? ഹംദു മുബ്ദിഈൻ, മുബ്ദിഈനുക്കുള്ളതായ ഹംദാണ്. മുബ്ദിഈന്റെ മാതൃക കൂടാതെ പടച്ചതായ റഹ്മാനായ റബ്ബ്, ആ റബ്ബിനക്കുള്ളതായ ഹംദാണ്. അവിടെ ഫായിലേക്കുള്ള ഇദാഫത്താണ്, മഫ്ഊലിലേക്ക് ഇല്ലാത്താന്നൊക്കെ ഒരുപാട് ബയാനുകളുണ്ട്. അതിപ്പോ നമുക്ക് ഇവിടെ മുഖദ്ദിമന്റെ ഒരു രക്തചുരുക്കം മാത്രം ഇപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വരില്ല. അപ്പൊ ഹംദ് മുബ്ദിഈൻ, മുബ്ദിഈനുക്കുള്ളതായ ഹംദ് എന്ന് വെച്ചാൽ അതിന്റെ മാന എങ്ങനെ വെക്കാം? അൽ ഹംദു സ്വാദിറു മിനല്ലാഹിൽ മുബ്ദിഈ, മനസ്സിലായില്ലേ? അതായത് അല്ലാഹുവിൽ നിന്ന്, മുബ്ദിയായ അല്ലാഹുവിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഹംദ്, അതാണ് ഹംദ് മുബ്ദിഈൻ. ഫായിലിലേക്കുള്ള ഹംദായിട്ട് വെക്കാം. ഇനി അതേപോലെ തന്നെ മഫ്ഊലിലേക്കുള്ള ഇദാഫത്തായിട്ട് വെക്കാം. ഇനി മഫ്ഊലിലേക്കുള്ള ഇദാഫത്തായിട്ട് വെക്കാം. അപ്പൊ എങ്ങനെ? മുബ്ദിഈന് ഹാമിദീങ്ങൾ ഹംദ് ചെയ്യാം. ഹംദുൽ ഹാമിദീനിൽ മുബ്ദിയാകുന്ന അല്ലാഹുവിനെ ഹാമിദീങ്ങൾ ചെയ്യുന്ന ഹംദാണ്. അതാണ് ഇവിടെ മഖാമിന്റെ ഏറ്റവും യോജിപ്പുണ്ടാകുക. ഈ ഹംദ് എന്നുള്ളതിനെ മഫ്ഊലിലേക്ക് ഇദാഫത്താക്കുക എന്നുള്ളത്. അപ്പൊ ഹംദു മുബ്ദിഈ, എങ്ങനത്തതായ മുബ്ദിയാണ്? അന്തക്കൽ മൗജൂദാത്തി ബി ആയാത്തി വുജൂബി വുജൂദി, അന്തക്ക ഓൻ സംസാരിപ്പിച്ചിരിക്കുന്നു. അൽ മൗജൂദാത്തി, ലോകത്തുള്ളതായ മൗജൂദായ വസ്തുക്കളെ. ഏതുകൊണ്ടാണ്? ബി ആയാത്തി വുജൂബി വുജൂദി, അവന്റെ ഉജൂബിന്റെ നിർബന്ധമായ ഉജൂബിന്റെ മേൽ അറിയിക്കുന്നതായ അടയാളങ്ങളെ കൊണ്ട്, ആയത്തുകളെ കൊണ്ട് അവൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ അള്ളാഹുവിനേക്കാണ് ഹംദ്. ആ ഹംദാണ് ഏതിവിടെ? മുത്തുകളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള മുത്ത്, ഏറ്റവും നല്ലതായ പുഷ്പവും. അതേപോലെ ശുക്രു മുൻഇമിൻ, മുൻഇമിക്ക് ശുക്ർ ചെയ്യും. അതും ഇവിടെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ വിശദീകരണം ഇവിടെയും വരും. മുൻഇമിനുക്കുള്ളതായ ശുക്രുമാണ്. അതായത് നിഅമത്ത് ചെയ്തു തരുന്ന അള്ളാഹു, ആ അള്ളാഹുവിനക്ക് എന്ത് ചെയ്യുക? ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും. എങ്ങനത്തതായ അള്ളാഹു തആലയാണ്
അഗ്റക്കൽ മഗ്ലൂഖാത്തി, അഥവാ സൃഷ്ടികളെ അല്ലാഹു തആല മുക്കിയിരിക്കുന്നു. എവിടെയാണ് മുക്കിയിരിക്കുന്നത്? ഫീ ബിഹാരി ഇഫ്ളാലിഹി വജൂദിഹി, അല്ലാഹുവിന്റെ ധർമ്മിഷ്ഠതയും അതുപോലെ തന്നെ ഔദാര്യവുമാകുന്ന വലിയ വലിയ സമുദ്രങ്ങളിൽ അല്ലാഹു തആല സൃഷ്ടികളെ മുക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അല്ലാഹു തആല പല രൂപത്തിലുള്ള ഫളലുകളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ളതായ ഔദാര്യവും ആർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്ക്? മഖ്ലൂഖാത്തിന് അല്ലാഹു തആല ചെയ്തു കൊടുത്തു. മാത്രമല്ല വതലല ഫീ ളുലമിൽ ലയാലി, വതലല പ്രകാശിക്കുകയും ചെയ്തിരിക്കുന്നു. ഫീ ളുലമിൽ ലയാലി, ഇരുട്ട് രാത്രികളാകുന്ന ഇരുട്ടുകളിൽ ശോഭിക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രകാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവാറു ഹിക്മത്തിഹിൽ ബാഹിറ, എല്ലാറ്റിനെയും മറികടക്കുന്ന അള്ളാഹുവിന്റെ തത്വത്തിന്റെ, അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ നൂറുകൾ, അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ശോഭകൾ അവിടെ പ്രകാശിച്ചിട്ടുണ്ട്. മാത്രമല്ല വസ്തനാറ അലാ സഫഹാത്തിൽ അയ്യാമി ആസാറു സൽത്തനത്തിൽ ഖാഹിറ, വസ്തനാറ പ്രകാശിച്ചിട്ടുണ്ട്. അലാ സഫഹാത്തിൽ അയ്യാമി ദിവസങ്ങളുടെ ഭാഗങ്ങളിലായിട്ട്. എന്ത്? ആസാറു സൽത്തനത്തിൽ ഖാഹിറ, എല്ലാറ്റിനെയും വമ്പിച്ചമർത്തുന്ന അവന്റെ അധികാരത്തിന്റെ അടയാളങ്ങൾ, അധികാരത്തിന്റെ ആസാറുകൾ അത് പ്രകാശിച്ചിട്ടുണ്ട്. അഹ്മദുഹു, ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അലാമ ഔലാന, അവൻ നമുക്ക് തന്നതിന്റെ മേലിൽ. എന്താണ് അവൻ നമുക്ക് തന്നത്? മിൻ ആലായിൻ, ഒരുപാട് നിഅമത്തുകൾ, ചില്ലറ നിഅമത്തുകളൊന്നല്ല നമ്മൾ അവനക്ക് തന്നിട്ടുള്ളത്. എങ്ങനത്തെ നിഅമത്തുകളാണ്? എങ്ങനത്തെ നിഅമത്തുകളാണ്? അസ്ഹറത്ത് റിയാദുഹാ, അതിന്റെ തോട്ടങ്ങള്, അതിന്റെ തോട്ടങ്ങള് പുഷ്പിച്ചിരിക്കുന്നു, തോട്ടങ്ങള് പുഷ്പിച്ചിരിക്കുന്നു. വനശ്കുറുഹു, ആ അള്ളാഹുവിനിക്ക് നമ്മൾ ശുക്ർ ചെയ്യുന്നു. അലാമ അഴ്ത്തോന, അവൻ നമുക്ക് തന്നതിന്റെ മേലിൽ. എന്താണ് അവൻ തന്നത്? മിൻ നിഅമാ, നിഅമാ ഒരുപാട് നിഅമത്തുകൾ. മാത്രല്ല ഇത്തറഅത്ത് ഹിയാലുഹാ, അവന്റെ ആ അനുഗ്രഹങ്ങളുടെ ടാങ്കുകൾ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരിക്കുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരിക്കുന്നു. മാത്രമല്ല വനസ്അലുഹു, ആ അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു. അൻ യുഫീള അലൈന, ആ അല്ലാഹു നമുക്ക് ചൊരിച്ചു തരുന്നു. മിൻ സലാലി ഹിദായത്തിഹി, അവന്റെ ഹിദായത്താകുന്ന നൽതണ്ണീർ, പ്യൂർ വാട്ടർ, ആ നൽതണ്ണീര് നമുക്ക് ചൊരിച്ചു തരാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. വയുവഫ്ഫിഖനാലിൽ ഉറൂജി, മാത്രമല്ല വയുവഫ്ഫിഖന, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്തു തരാൻ. എന്തിനേക്കാണ് തൗഫീഖ് ചെയ്തു തരുന്നത്? ലിൽഉറൂജി ഇലാ മആരിജി ഇനായത്തിഹി, ഇലാ ലിൽഉറൂജി, കയറുവാൻ. എങ്ങോട്ട് കയറുക? ഇലാ മആരിജി ഇനായത്തിഹി, അവന്റെ കാര്യങ്ങളെ മുഖവിലക്കെടുക്കുന്ന, പ്രത്യേകം പരിഗണിക്കുക എന്ന ആ ഘോവണിപ്പടികളിലേക്ക് കയറുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പോരാ, വഅൻ യുഖസ്സിസ റസൂലഹു,
അള്ളാഹു തആല പ്രത്യേകമാക്കലിനെയും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ആരെയാണ് പ്രത്യേകമാക്കുന്നത്? റസൂലഹു, ആ അള്ളാഹുവിന്റെ റസൂലിന്. ആരാ റസൂല്? മുഹമ്മദൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എങ്ങനത്തെ റസൂലുള്ളയാണ്? അഷ്റഫൽ ബരിയാത്ത്, ലോകത്തുള്ള സർവമാന സൃഷ്ടികളിൽ നിന്നും ഏറ്റവും മഹോന്നതരായ ബി അഫ്ളലി സ്വലവാത്ത്, സലാത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട്. അതുപോലെ ആലിഹി, ആ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മേലിൽ. ആലിഹി, ആ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന്റെ മേലിൽ. എങ്ങനത്തെ കുടുംബക്കാരാണ്? അൽ മുന്തജിബീന, ഏറ്റവും നല്ലവരായ, ഏറ്റവും മഹത്വമുള്ളവരായ. വഅസ്ഹാബിഹിൽ മുദ്ദഹബീന, വഅസ്ഹാബിഹി, ആ റസൂലുള്ളാഹിന്റെ അനുയായികളുടെ മേലിൽ. ഏതനുയായികള്? അൽ മുന്തഹബീന, തെരഞ്ഞെടുക്കപ്പെട്ടവരായ. ഏതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹു തആല പ്രത്യേകമാക്കേണ്ടത്? ബി അക്മലി തഹിയ്യാത്ത്, അല്ലാഹുവിന്റെ തഹിയ്യത്തുകളിൽ നിന്ന് ഏറ്റവും സമ്പൂർണമായ തഹിയ്യത്ത് കൊണ്ടിട്ട്. വബഅദ്, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം തുടങ്ങിയവയ്ക്ക് ശേഷം ഞാൻ പറയുന്നു. വബഅദ്, ഫഖദ് ത്വാല ഇൽഹാഉൽ മുസ്തഗിലീന അലിയ. ഫഖദ് ത്വാല, കുറേ കാലമായി. ഇൽഹാഉൽ മുസ്തഗിലീന, ഇൽമിന്റെ അഖിലുകാരി, ഇൽമു കൊണ്ട് ജോലിയാകുന്ന ഇൽമിന്റെ അഖിലുകാരായ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും നിർബന്ധിപ്പിക്കുക എന്നുള്ളത് കുറെ കാലമായി. ആരെയാ നിർബന്ധിപ്പിക്കുന്നത്? അലയ്യ, എന്നെ നിർബന്ധിപ്പിക്കുക. അതുപോലെ തന്നെ വൽ മുതറദ്ദിദീന, അതായത് പല വിഷയത്തിൽ അതായത് മനസ്സിൽ സംശയമുണ്ടാവുകയും ഉണ്ടായ സംശയം തീർക്കണമെന്ന് അഭിലഷിച്ചുകൊണ്ടിരിക്കുന്നതായ പലരും കുറെ കാലമായി എന്നോട് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് എന്നെ ഏതു വിഷയത്തിലാണ് നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലാ അൻ അശ്റഹ ദിസാലത ശംസിയ, ഇലാ അൻ അശ്റഹ, ഞാൻ ശറഹ് ചെയ്തു കൊടുക്കാൻ. ദിസാലത ശംസിയ, ദിസാലത്തു ശംസിയനെ ശറഹ് ചെയ്യും. ശറഹ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇറാബുകൾ, അതിന്റെ മാനകള്, അതിലുള്ള സംശയങ്ങൾ, ഇതെല്ലാം വിവരിക്കുക എന്നാണ് ശറഹ് ചെയ്യാന്ന് പറഞ്ഞാൽ. ശറഹ് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിലുള്ള ഇറാബുകൾ വിവരിക്കുക, അർത്ഥങ്ങൾ വിവരിക്കുക, വല്ല ഇഷ്കാലുകൾ ഉണ്ടെങ്കിൽ അത് വിവരിക്കുക. അതാണ് നശറായ ദിസാലത്തെ ശംസിയ. ദിസാലത്തെ ശംസിയ ഞാൻ ശറഹ് ചെയ്യുന്നതിലേക്ക്. അതുപോലെ തന്നെ ഉബയ്യിന ഫീഹി, ഞാൻ അതിൽ വെളിവാക്കാനും. ആ ശറഹ് ഉണ്ടാക്കുന്ന ശറഹില് എന്തിനെയാണ്? അൽ ഖവായിദൽ മന്തിഖിയ്യ, അൽ ഖവായിദൽ മന്തിഖിയ്യ, മന്തിഖിയായ ഖായിദകളെ ഞാൻ അതിൽ ബയാൻ ചെയ്യാൻ. ഖായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖായിദത്തും കുല്ലിയത്തും യുതഅറഫു മിൻഹ അഹ്കാമു ജുസ്ഇയ്യാത്തി മൗദൂഇഹ എന്നാണ്. മൗദൂആത്തിൽ നിന്നുള്ള ജുസ്ഇയ്യാത്തിന്റെ അഹ്കാമിന് മനസ്സിലാക്കപ്പെടാനുള്ള ഒരു നിയമം, അതിനെ സംബന്ധിച്ചാണ് ഖായിദ എന്ന് പറയുന്നത്. അവ മന്തിഖിയായ ഖായിദകളെ ഞാൻ വിവരിച്ചു കൊടുക്കാൻ. ഏതടിസ്ഥാനത്തിലാണ് എന്നോരവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നത്? ഇൽമൻ, അവരറിഞ്ഞുകൊണ്ട് തന്നെ. മിൻഹും, അവരിൽ നിന്നിട്ട്. അതായത് അവർക്കറിയാം. എന്തറിയാം?
ബി അന്നഹും തീർച്ചയായും അവര് സലൂ അവരാവശ്യപ്പെട്ടിരിക്കുന്നു. ആരെയോടാണ് അവരാവശ്യപ്പെട്ടത്? ഇരീഫൻ, അതായത് ഒരു വിവരമുള്ള ആളോട്, അധികരിച്ച ഇൽമുള്ള ആളോടാണ് അവർ പിന്നെ ചോദിച്ചിട്ടുള്ളത്. മാഹിറൻ അതയിപ്പെടും, അജീഫൻ മാഹിറൻ നല്ല വിവരമുള്ള ആളോടാണ്. മാത്രമല്ല വസ്തംതറൂ സഹാബൻ ഹാമിറോ, വസ്തംതറു അവരാവശ്യപ്പെട്ടിരിക്കുന്നു. ഇസ്തംതറു നേരെ മഴ ആവശ്യപ്പെടുക എന്നാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നു സഹാബൻ മഴയെ. വസ്തംതറു സഹാബൻ ഹാമിറ കുത്തിയൊലിക്കുന്നതായ മഴയെ. കുത്തിയൊലിക്കുന്ന മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റിസാലത്തുൽ ശംസിയയെ ശരിക്ക് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു ശറഹ് ഉണ്ടാക്കുക, അതാണ് വിഷയം. കാരണം അതായത് ആ ശറഹ് ഉണ്ടാക്കിയാൽ ആ ശറഹ് കൊണ്ട് റിസാലത്തുൽ ശംസിയയുമായി സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്കാലുകളും അത് നോക്കുന്നവർക്ക് ഉണ്ടാവില്ല. ഏതായാലും ശരി, വലം അസൽ ഉദാഫിയു കൗമം മിൻഹും ബഅദ കൗമിൻ, അങ്ങനെ വലം അസൽ ഉദാഫിയു ഞാനിങ്ങനെ തടുത്ത് കൊണ്ടേയിരുന്നു കൗമിനെ. നിങ്ങൾ പറ്റൂല, പൊയ്ക്കൊലി. വലം അസൽ ഉദാഫിയു കൗമം മിന്നും ബഅദ കൗമിൻ, ഓരോ കൗമിന് ശേഷം ഓരോ കൗമായിട്ട് വരും. ഞാൻ അവരൊക്കെ തട്ടിവിടും. അവരൊക്കെ ഞാൻ എന്ത് ചെയ്യും? തട്ടിവിടും. എന്നിട്ടോ ഉസവ്വിഫുൽ അമ്ര, ഞാൻ എന്ത് ചെയ്യും? അവരാവശ്യപ്പെട്ട കാര്യത്തെ ഞാൻ നീട്ടിവെക്കും. എങ്ങനെ? മിൻ യൗമിൻ ഇലാ യൗമിൻ, ഇല്ല ഇന്ന് അല്ലെങ്കിൽ നാളെ, ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് അവരെങ്ങനെ ഞാൻ തട്ടിവിടും, അവർക്കിങ്ങനെ നീട്ടിക്കൊടുക്കും. എന്താ കാരണം? എന്താണ്? ഈ ഇസ്തിഗാലി ഭാരിൻ, എന്റെ ഹൃദയം പല വിഷയങ്ങളുമായി ജോലിയായിട്ടുണ്ട്. മാത്രമല്ല കദിസ്തൗല അലയ്യ സുൽത്താനുഹു വഖ്തിലാലു ഹാലിൻ,